ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് രാമേശ്വരത്ത് എത്തി കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ പാമ്പമ്പാലത്തിൽ വെച്ചാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ രാമേശ്വരത്തേക്ക് വന്നു. അപ്പോൾ രാമേശ്വരത്ത് നിന്ന് ഇനി നമുക്ക് നേരെ വേളാങ്കണ്ണി അങ്ങനെ ആ സൈഡ് വഴി അങ്ങനെ കയറി ചെന്നൈ വരെ ഇങ്ങനെ പോകണമെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഷർട്ടും പാൻറ്റൊക്കെ ആകെ 2 സെറ്റ് എടുത്തിട്ടുള്ളൂ. ഒരുത്തൻ നമ്മളടുത്ത് പറഞ്ഞത് നമുക്ക് ഒറ്റപ്പാലത്ത് പോകാമെന്ന് പറഞ്ഞാണ് പറഞ്ഞത്. അപ്പോൾ ഒറ്റപ്പാലത്ത് പോകാൻ പറ്റി. അങ്ങനെ കയറിയാണ് നമ്മള്. ആണോ? ആ അല്ല, വീഡിയോ എടുക്കാൻ നമുക്ക് പോണ്ടേ. ആ എന്താ അറിയോ, ഈ ടീം ഒറ്റപ്പാലത്ത് കൊണ്ടാന്ന് പറഞ്ഞ് വന്നതാണ്. ഇപ്പൊ ഞങ്ങൾ എവിടെ എത്തിയതറിയോ? രാമേശ്വരത്ത് എത്തി. അപ്പൊ ഇനി രാമേശ്വരത്ത് നിന്ന് നമുക്ക് വേളാങ്കണ്ണി ചെന്നൈ അങ്ങനെ കയറി പോകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. പുറത്ത് നല്ല മഴയാണല്ലേ. അവിടെ ചെന്ന് ഇനി വല്ല ഇടിവെട്ടി ചത്തു പോകുന്നുള്ള എന്റെ പേടി. ആണോ? അപ്പൊ എന്നാലും നമുക്ക് നേരെ വിടാട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങളിത് പുറത്തേക്ക് എത്തി. പക്ഷേ പുറത്ത് വന്നോ, ഇന്നലെ ഈ ബാരിക്കേഡൊന്നും ഇല്ലായിരുന്നില്ല അല്ലേ? ഇന്നാണോ വരുന്നത്? ഇന്ന് 6-ാം തീയതി ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി വരുന്നുണ്ട് കേട്ടോ, മോദി. അപ്പോൾ നിന്നാ വേണേ കണ്ടിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്തിട്ട് പോവാ അല്ലേ? അതാ. ആണോ? നമ്മുടെ ഈ ഹോട്ടലിന്റെ പേരെന്തായിരുന്നു? ഹോട്ടലിന്റെ നെയിം ശ്രീ വിനായക റെസിഡൻസി. അല്ലെ, അടിപൊളി റൂമാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം കേട്ടോ. പേര് ചിന്നത്തുറ. നമ്മൾ സിനിമയിലേക്കൊക്കെ കേൾക്കുന്ന പേര് പോലെ അല്ലേ? ഇതിപ്പോ ഇതിലെങ്ങനെ നമ്മൾ നീന്തി പോകണം ദൈവമേ. നമുക്ക് വെള്ളം കിടക്കണേ. ഈ സൈഡിൽ കൂടി അങ്ങോട്ട് കയറാൻ പറ്റുമോടാ? ബൈ ബൈ, താങ്ക് യു. ഇതാണ് ശ്രീ വിനായക റെസിഡൻസി കേട്ടോ. റോഡ് സൈഡ് തന്നെയാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് തപ്പി കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. എൻ്റെ മോനെ, നമുക്ക് ഈ റോഡിലേക്ക് കയറാണോ മോസേ? അല്ല, ഓ ഇതിലൊന്നും കയറാൻ പറ്റില്ല. ഇതിലെങ്ങാനേ അപ്പുറത്തേക്ക് കിടക്കുവാണെങ്കിൽ അങ്ങനെ നടന്നു പോയായിരുന്നല്ലോ. കാല് നനയാണ്ട്. രാവിലെ കുളിച്ചതല്ലേ, അത് വെറുതെ ആവും. ഇവിടെ പക്ഷെ കട്ടിങ് ആണല്ലോ ഇതിന്. ഒറ്റ ചാട്ടം ചാടിയിട്ട് നിങ്ങൾ ബാക്കോട്ട് മറിഞ്ഞു വീണാൽ പണിയാവും അല്ലേ? രാവിലെ തന്നെ നമുക്ക് ഒരുമാതിരി ഇതായല്ലോ മോസേ. അതിലേ പറ്റുമോ? ഇല്ലെന്ന്, അതിലേ പോയാലും നടക്കൂല. ആ കടേൻ്റെ ഇതുള്ളതുകൊണ്ട്. നീ എന്താ കാണിക്കണേ? ആണോ? വേറെ വഴിയില്ല. ആര് വന്ന് എന്തായാലും കൊള്ളാം. രാവിലെ മഴയൊക്കെ പെയ്തോണ്ട് നല്ല വൈബായിട്ടോ അല്ലേ? ഇതൊക്കെ അത് വലിയൊരു അമ്പലമാട്ടോ. പക്ഷേ ദൈവമേ, വണ്ടി എടുക്കാൻ പോകണമെങ്കിൽ വണ്ടി എടുക്കാതെ നടക്കുമോ? അതിൻ്റെ ഉള്ളിലല്ലേ? ബസ്സിൻ്റെ അപ്പുറത്തെ ഇതല്ലേ? നേരത്തെ പെടലല്ല, ഇപ്പോഴാണ് നമ്മൾ ശരിക്കും പെട്ടത്. ഇത്രയും വെള്ളം കഴിഞ്ഞ് വേണം നമ്മുടെ വണ്ടി ഇതേ അവിടെയാണ് കിടക്കുന്നത്. പാമ്പേഴ്സ് വരെ കിടപ്പുണ്ട് അല്ലേ? ആ ലോറി താന്ന് കിടക്കുന്നുണ്ടോ? കുറച്ച് കുഴിയുണ്ടോ ഇവിടെ? ബസ്സുകാരൻ ഇറങ്ങിയാൽ അറിയാം. നമുക്ക് ഇതിലെങ്ങാനും വല്ല റൂട്ടും ഉണ്ടോ? മോസസേ, അവിടെ ആ ഫുട്പാത്തിൽ കയറാൻ പറ്റുകയാണെങ്കിലേ അതിലിങ്ങനെ വന്നാൽ അതിലങ്ങ് പോവാം. ആ ഗ്യാപ്പിൽ കൂടി കയറി ഇത്രയും വെള്ളമാണല്ലോ അല്ലേ? ഒരു ചേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും ആ ചേട്ടൻ ഇങ്ങോട്ടാണോ എന്ന് നോക്കുകയാണെങ്കിൽ. ഇതുകൊണ്ട് റോഡൊക്കെ ഫുള്ള് നല്ല സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുക 6-ാം തീയതിയിലേക്ക് വേണ്ടി പ്രധാനമന്ത്രി വരുന്നതിൻ്റെ. മഴയത്ത് അങ്ങ് വൃത്തിയാക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ആ ചേട്ടൻ എന്ത് പോയോ? അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ചായ കുടിക്കുന്ന സമയം കൊണ്ട് വെള്ളം ഒന്ന് താഴുകയാണ് നല്ലതായിരുന്നു. ആ പെരുമയുള്ളത് അത്. വണ്ടി മുങ്ങും. നല്ല കട്ടിങ് ഉണ്ട്. നമ്മളിന്നലെ രാത്രി വന്നോണ്ടേ അറിയാത്ത ഇവിടെ വെള്ളം തന്നെ കേട്ടോ. അതെ, നല്ല പരിപ്പ് വട, സമൂസ, നമ്മുടെ വെട്ടുകേക്കാന്ന് തോന്നുന്നു അല്ലേ?
വെട്ട് കേക്ക്, തുണ്ട് കേക്കോ? നമ്മുടെ ചായ കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. എന്ത് പടാ? മുട്ടായി വേണം അതിന്. അപ്പോൾ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. മോസസിന് എനിക്ക് പാല് കൂടുതലും വേണമെന്ന് പറഞ്ഞു കേട്ടോ. അതാണ് സംഭവം. താങ്ക് യു, താങ്ക് യു. അടിപൊളി ചായ അല്ലേ? അതല്ല, ഈ മഴയത്ത് ഇങ്ങനെ നിന്ന് കുടിക്കാൻ വല്ലാത്ത ഫീൽ തന്നെയാ അല്ലേ? വെയിലും മഴയും കൂടിയാണ്. അത് നമ്മള് വന്നതിൻ്റെയാ മോസസേ, നമ്മള് വന്നതിൻ്റെയാ മഴ. ഞങ്ങളൊരു സൈഡ് വഴി ഇങ്ങനെ പോയി നോക്കുന്നുണ്ട്. എന്താവോ? ആ, കുഴപ്പമില്ല. നീ ആള് കൊള്ളാലോ, നീ ഗൂഗിൾ മാപ്പാണല്ലോ. ആ ബാരിക്കേഡ് അവിടെ വെച്ചേക്കുന്നുണ്ട്. അല്ലെങ്കിൽ സുഖമായിട്ട് നമുക്ക് പോവാവേ. മോശേ, അഭ്യാസം കാണിച്ച് നീ വെള്ളത്തിൽ പോകരുത്, പിന്നെ വണ്ടിയൊക്കെ കയറ്റൂല കേട്ടോ. ഈ കടലാണ് ഇനി നമുക്ക് കിടന്ന് അപ്പുറത്ത് പോകേണ്ടത്. ഇത് വലിയൊരു അമ്പലം കേട്ടോ. അപ്പോൾ അതേ മോസസ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം വെയിൽ, അവിടെ മഴവില്ല് കാണാൻ തുടങ്ങി. എന്താവോ എനിക്കെന്താ അറിയാം, ഞാനുമാണ്, എനിക്ക് അങ്ങനത്തെ ഒരു പേടിയില്ല കേട്ടോ. കാരണം നമ്മൾ ഈ വണ്ടി കൊണ്ടൊക്കെ വന്ന് ഇറങ്ങി നോക്ക്. ആ, ചെറുതായിട്ടേ താന്നുള്ളൂ. കൊള്ളാം. നീ എന്നെ കൂടി ഇപ്പോൾ കുളിപ്പിച്ചേരെ കേട്ടോ. എടാ, മഴവില്ല് നോക്ക്, മഴവില്ല്. ധനുഷ്കോടിക്ക് ഇങ്ങോട്ടാണോ റൂട്ട്? ഇങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റ് പോകണം ആണോ? എന്നാ ബെൽറ്റ് ഇട്ടോ. ഇവിടെ കണ്ടോ ഫുള്ള് പോലീസ് വണ്ടി കേട്ടോ. കാരണം ഇത് ഏതോ എം.എൽ.എ. നമ്മുടെ നാട്ടിലെ എം.എൽ.എ. ആണല്ലോ. ഏയ് ആണോ? അപ്പോൾ മന്ത്രി വരുന്നതിൻ്റെ പോവാ. പക്ഷേ പ്രധാനമന്ത്രി വരുന്നതിൻ്റെ ഓരോ ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് പോകണം. കാരണം അല്ലെങ്കിൽ നമ്മൾ ലോക്കാവും ഇവിടെ. തിരക്കും ഇതൊക്കെ കൂടിക്കഴിഞ്ഞാലേ. മഴവില്ലുണ്ടോ? ആ, നല്ല തിരക്കുണ്ട് രാവിലെ. ദൈവം, ഇതൊരു ലേശം പണിയാവാൻ ചാൻസ് ഉണ്ട്. ഇത് പക്ഷേ കുറച്ച് അധികം ഉണ്ടോ. ഈ സൈഡ് ചേർന്ന് മെല്ലെ എടുത്തു. ആ, അത് നോക്ക്, വലിയ സീനില്ല, വെള്ളം അധികം ഇല്ല. പക്ഷെ ഈ താഴേക്ക് ഇറക്കരുത് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഈ സൈഡും വെള്ളമുണ്ട്, നിർത്താതെ അങ്ങ് പൊക്കോളൂ, അത്രേ ഉള്ളൂ. വേറെ ഒന്നും നോക്കണ്ട. ആ, ഇന്നലെ മാപ്പിൽ വെള്ളപ്പൊക്കം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഏതെങ്കിലും ഒക്കെ വെള്ളപ്പൊക്കം അല്ലേ? നമ്മളങ്ങനെ കടലിൽ കൂടി പോയി ഗായ്സ്. ഇത് കണ്ടോ മോസസേ, തമിഴ്നാടിന്റെ ആ രാവിലത്തെ ഒരു ഇത് പറയാലോ, ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടൊരു എമ്മച്ചുകാരൻ. അല്ല അതല്ലടാ, അല്ലാണ്ടുള്ള സാധാരണ ഇങ്ങനെ ഹോണടിക്കുന്ന അമ്പലം കണ്ടോ? ആ, ഇത് എമ്മാരി ഹോണടിയാ. ഇതിങ്ങനെ ഹോണടിച്ചിട്ട് സൈഡ് ഉണ്ടെങ്കിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ? ഓരോരുത്തന്മാരെ കുത്തിക്കയറ്റും. ആ, അത് ചിന്തിക്കുന്നില്ലേ ബേക്കി വരുന്ന ഡ്രൈവർമാർ? അതും കൂടി ചിന്തിക്കണം. നടുക്കനിട്ട കൂട്ടുകാരൻ അമ്മേ അണ്ണാ എന്നണ്ണാ പണ്ടത് എന്നണ്ണാ ഇപ്പടിയെല്ലാം പണ്ടത് അല്ലേ? മോസസ് പിന്നെ കർണാടകയിലൊക്കെ ഫുള്ള് വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഇതൊക്കെ എന്ത് അല്ലേ? അതെ. ഇനി 20 കിലോമീറ്റർ ഉണ്ട്. பிளாஸ்டிக் போட்ல இருக்கானே எங்களுக்கு யூஸ். நாங்க வந்து வெளியே போட மாட்டோம். எங்களுக்கு யூஸ் இருக்கு தண்ணி போட்டு. சரி, താങ്ക് യു. പിന്നെയും ചെറിയ മഴ ചാറ്റുന്നുണ്ട് ധനുഷ്കോടിയിൽ. ഇവിടെ എന്താ പറയുക, ഇവിടെ നമുക്ക് ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. അതായത് ഇവിടെ നമ്മൾ 20 രൂപ ഉള്ളൂ. പക്ഷേ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇടരുത് അല്ലേ മോസസേ? വണ്ടിയിൽ കുപ്പി ഉണ്ടായിരുന്നു, അപ്പോൾ അവര് പുറത്തിടണ്ടെന്ന് പറഞ്ഞു. അതാകുമ്പോ നമുക്ക് ടെൻഷൻ ഇല്ല. ഒറ്റയടിക്ക് വെയിൽ അല്ലേ? ഒരു സെക്കൻഡ് ഗ്യാപ്പിന്. അതെ. ഗ്ലാസ്സിലെ വെള്ളം ഉണങ്ങിട്ട് പോലും. പ്രകൃതി വരെ വാർഡ് തിരിച്ചായിട്ടുള്ള കാര്യങ്ങളാണ്. 31-ാം വാർഡില് മഴ, 32-ല് വെയില്, 33-ല് മഴ. ആവശ്യമുള്ള ആർക്കാണോ അവർക്ക് പെയ്യും. അതാണ്. അതെന്താ എങ്ങോട്ടുള്ള വഴിയാ? അവിടെ ഒരു ടെമ്പിൾ ആണ്, നമുക്ക് അങ്ങോട്ടൊന്ന് എടുത്താലോ? വെറ്റു കോദണ്ഡരാമ ടെമ്പിൾ. വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പൊളി കേട്ടോ. ഇത് നോക്ക്, നമ്മളിപ്പോ
എങ്ങനെ പോണേന്ന് കണ്ടില്ലേ? ഓക്കെ, Continue for 800 meters. ഒരു ചെറിയൊരു ദ്വീപ് അല്ലേ? 1 കിലോമീറ്ററോളം ഉണ്ട്. 1 കിലോമീറ്റർ ഉണ്ട് ഇത്. 800 മീറ്റർ അമ്പ. കടല് എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ കടല് തന്നെ എത്ര കണ്ടാലേ നമുക്ക് അതിനോടുള്ളൊരു എന്താ പറയാ, നാട്ടിലില്ലാത്തോണ്ടാന്ന് തോന്നുന്നു. മണം ചില സ്ഥലങ്ങളിലൊരു മണം. അത് മറ്റേ ഒരു ഉളുമ്പ് മണം പോലെ. പക്ഷെ എന്നാലും ഈ കടലെന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു അത്ഭുതമാണ്. കെട്ടി നിർത്തിയില്ല അങ്ങനെ. ധനുഷ്കോടി എത്തിക്കഴിഞ്ഞാൽ തിരയുണ്ടാവും. ഇവിടെ ഒന്നും വലിയ ആഴില്ല കേട്ടോ. ഇതൊക്കെ കൊക്കൊക്കെ നടക്കുന്നുണ്ട് അതില്. കുഴി ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ഇറങ്ങുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. ഞാൻ പറയുമ്പോ ഈ നമ്മള് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് വെള്ളത്തിൽ മാക്സിമം ഇറങ്ങാതിരിക്കും. അവിടെയുള്ള ആൾക്കാരോട് സേഫ്റ്റി ഉള്ള സ്ഥലം നോക്കിയില്ലേ മാക്സിമം വെള്ളത്തിലും ഉള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാതിരിക്കാതെ. ഇന്നലെ കണ്ടില്ലേ 2 പിള്ളേര് അമ്മര് പാവം മറ്റേ ഊട്ടി പോയിട്ട് കടന്ന് ഫോട്ടോ എടുക്കാനാണ്. അത് പക്ഷെ വേറൊരു കാര്യം, അതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. പക്ഷെ അതാ ഞാൻ പറഞ്ഞേ, അങ്ങോട്ട് പോയതാ. പോകുന്ന വഴിക്ക് അവിടെയുള്ള ലോക്കൽ ആൾക്കാരോടെ അതെ അതെ ഒന്ന് അന്വേഷിച്ചിട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ്. നമുക്കെല്ലാം അറിയാന്നുള്ള രീതിയിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോ പണി കിട്ടും. ലോകത്തെത്തും. അടിപൊളി സ്പോട്ടാട്ടോ ഇതിങ്ങനെ റൗണ്ട് അടിച്ചിട്ട്. ഇവിടെ ഇതൊരു ഐലൻഡ് ആട്ടോ. ഒരു ഐലൻഡിലെ ഇത് പൊളി സ്ഥലം കേട്ടോ. അമ്പലമുണ്ട്. അമ്പലത്തിൽ കയറാൻ പറ്റുമോ? ഇവിടുന്ന് അങ്ങോട്ട് പോയ വഴിയില്ല കേട്ടോ. അത് നോക്കിക്കോണേ. തമിഴ്നാട്ടിലെ നമുക്ക് അങ്ങനെ ഫോണും പിടിച്ച് എല്ലാ അമ്പലത്തിലൊന്നും കയറി ചെല്ലാൻ പറ്റില്ല. ഹിന്ദുസിന് മാത്രമേ ഇവര് കയറ്റുള്ളൂ എൻട്രി ഉള്ളൂ. അതെ അതെ. നമ്മൾ ഇന്നലെ കണ്ട. അതെ അതെ. അപ്പൊ നമ്മൾ അവിടെ നിന്ന് മെല്ലെ തിരിക്കാട്ടോ. ഇത് നമ്മുടെ പ്ലാനിങ്ങിലേ ഇല്ലാത്തതാണ്. ചുമ്മാ വഴി കണ്ടപ്പോ ഇങ്ങനെ കയറി പോകുന്നതാണ്. നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി തിരിഞ്ഞു. അല്ല, നമ്മുടെ ഫ്രണ്ടിലുള്ള വണ്ടി തിരിഞ്ഞു, നമ്മളും തിരിഞ്ഞു. ഇത് മഴവില്ല തോന്നുന്നു. മഴയില്ലേ? അത് കറക്റ്റ് ഷേപ്പിലല്ലേ? ഇവിടെ കറക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് നേരെ ധനുഷ്കോടി വിടാല്ലേ? ഇവിടം വരെ കടകളുള്ളൂ. പക്ഷെ ഒന്നും തുറന്നിട്ടില്ല. ഈ വണ്ടിക്കാരനല്ല നമ്മുടെ ബേക്കിൽ കിടന്ന് ഹോൺ അടിച്ചത്. ശരി. ഇതൊരു അടിപൊളി ലൈറ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. അല്ല, ഇന്നലെ പിടിച്ചതെല്ലാം കാണില്ലേ? ഫ്രിഡ്ജ്. അതെ, ഫ്രഷ് മീനായിരിക്കും അല്ലേ? അപ്പൊ നമ്മളിപ്പോ വന്ന കറക്റ്റ് ധനുഷ്കോടി എന്ന് പറഞ്ഞ സ്ഥലം അതാണ്. ഇപ്പൊ കണ്ട ടൗണില്ലേ? അവിടെ നിന്ന് ഇനി ഇങ്ങോട്ട് നമുക്ക് ചായയും ഇതൊന്നും കിട്ടൂല. അങ്ങനെ ഒരു നമ്മളിപ്പോ ചായ കുടിച്ച അക്ക പറഞ്ഞ അങ്ങനെ കേട്ടോ. പാട്ടി അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ ഞാനുണ്ടല്ലോ മോസസേ, ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലം ഇവിടെ വരാൻ വേണ്ടി. എന്റെ കെട്ടിയോള് പോയിട്ട് നിന്നെ ഇടയ്ക്കിടയ്ക്ക് കുത്തൂലേ? അതെ അതെ. അവള് ആൻസി പണ്ട് ഇതേപോലെ സ്കൂളിൽ നിന്ന് പോയപ്പോഴേ ഇനിയിപ്പോ എനിക്കും പറയാം, ഞാനും പോയിട്ടുണ്ട്. ഇവിടെ ഒരു ചേട്ടൻ ശംഖുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെടുത്ത് ചെവിയിൽ വെച്ചോ. 50 രൂപ. ഇത് ഊത മുടിയുമാ? എപ്പടിയാണോ? ഇവിടെ ഊതിയാ മതി. ഇതിലെ നിർത്തിക്ക മുടിയാതെ നീങ്ങളെ കണ്ട അങ്ങനെ ഊതണോ? സൈഡിൽ സൗണ്ട്, നമ്മള് സൗണ്ട് ഉണ്ടാക്കണം. നടക്കൂല. സംഭവം എന്താന്ന് മനസ്സിലായോ? നമ്മളിത് വായിക്കൂടിയാണ് സൗണ്ട് ഉണ്ടാക്കുക. ആ സൗണ്ടാണ് ഇതില് ആംപ്ലിഫൈ ചെയ്ത് കേൾപ്പിക്കുന്നത്. മോശം ഇതൊക്കെ ലീഗലാണോ അവിടെ? നാളെ തൊട്ട് നിന്നെ ഞാനേ ശംഖൂതാൻ വിടും കേട്ടോ. കൊള്ളാം. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ അറ്റല്ലേ. അപ്പൊ അങ്ങനെ മോസസ് 2 ശംഖ് മേടിച്ചിട്ടുണ്ട്. നാളെ തൊട്ട് ശംഖ് ഊതാനുള്ള പരിപാടിയാണ് അല്ലേ? കുറെ എണ്ണം ഉണ്ട്. കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും അല്ലേ? എടുത്തിട്ട് പോകാൻ മുടിയുമാ? ബില്ലെല്ലാം വേണോ? അതെ അതെ. പക്ഷെ ഇവർക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ശ്രീലങ്കയ്ക്ക് പോവാട്ടോ. പക്ഷെ ഇവർക്ക് പാസ് ഉണ്ട്. ഈ നാട്ടുകാരാണ്, മീൻപിടുത്തക്കാരാണ്. അപ്പോൾ അതെ അതെ. അപ്പോൾ ഇവർക്ക് പാസ് ഉണ്ട്, ധൈര്യമായിട്ട് പോവാം. പാസ്പോർട്ട് இருந்தா போலாமா? ഫ്ലൈറ്റാ? ബോട്ടില്ല? പോലെ അത് മതി. നീ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണോ? വെള്ളത്തിൽ ഇറങ്ങാൻ പോകണോ? കീഴടക്കി കൊടി കുത്ത്. എടാ അതിനാണ് ഈ ഗ്യാപ്പ് ഇവിടെ ഇട്ടാക്കളെ. ഇതിലിങ്ങനെ പോകേണ്ട കാര്യമുള്ളൂ.
ഒരുപാട് മാലകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ ഈ കല്ല്? എടാ ഇത് നോക്കടാ, അടിവശം തല കുത്തി കാണടാ. ആ അത് കൊള്ളാലോ. ഇത് പണ്ട് ഈ കിണറൊക്കെ കുത്തുമ്പോൾ വെള്ളം ഉണ്ടോ എന്ന് നോക്കുന്ന സൈസ് ഒരു കല്ലാണ് അല്ലേ? അങ്ങനെ ഇത് എവിടെയാണ്? அது 100 ரூபா இருக்கும். இது மாதிரி கிளாஸில் போட்டு வாட்டர் ஊற்றி போட்டால் ആ டிஃப்ரெண்ட்டாக தெரியும். டிஃப்ரெண்ட் அழகழகாக தெரியும். ഡിഫറെൻ്റ് ആളുകൾ. ആ ഇതാ ഇതടാ ഇത് இப்படி பிளானட் ഈ സാധനം. போட்டால் இந்த பீஸை இதில் போட்டு போட்டால் ഈ ഇതെന്താ സാധനം? அது சாதிக்கிறாங்க. ഇത് ഒരെണ്ണം മേടിച്ചാലോ? അതിനെത്രയാ? കടലിൽ இருக்குதா இல்ல? கடலில் உள்ளது பெரிய பீஸாக இருக்குது. மிஷினோடு கட் பண்ணி சின்ன சின்னதாக இதுக்குள்ள என்ன இருக்குன்னா ஏதோ മീനാണോ? கறிகள் அப்படி தான் இருக்கும். ആ ഇത് കണ്ടോ, മോസസ് എല്ലാ കടയിലും പോയി സാധനങ്ങൾ വാങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഇവിടെ ചാക്കിലാണ് കെട്ടിയേക്കുന്നത്. അതുകൊണ്ട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ മോസസ് ഒരു ചാക്ക് സാധനം കേട്ടോ മേടിച്ചേക്കുന്നത്. അവിടെ ഒരു ചേട്ടൻ ശംഖു എന്ന് വെച്ചാൽ കേട്ടോ, നമ്മൾ ഊതിയിട്ട് സൗണ്ട് പോയിട്ടോ കാറ്റ് മാത്രം വരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് വണ്ടിയിൽ വെച്ചിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട്, അങ്ങോട്ട് പോകട്ടോ. എന്താ മോനെ മടുത്തോ? നീ വേർത്തല്ലേ ഭയങ്കരമായിട്ട്? എൻ്റെ മോനെ അവിടെ ഒരു രക്ഷയില്ല കേട്ടോ, വെയിലും വെയിലാണ്. നമുക്കിനി ഇവിടുന്ന് നേരെ വിടാം അല്ലേ? ഭയങ്കര ചൂട്. ഇവിടെ ഒരുപാട് സാധനങ്ങൾ, ഈ കടലിലുള്ള സാധനങ്ങൾ കുറേ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മണൽ. ഇനിയിപ്പോൾ ഇതെല്ലാം വണ്ടിക്കകത്തേക്ക് ചവിട്ടി കയറുമല്ലോ. മീൻ കഴിക്കണ്ട. മീനോ? മീൻ കഴിക്കുന്നോ? മീൻ നമുക്ക് ടേസ്റ്റ് ഒക്കെ ആ ആ നോക്കാം നമുക്ക്. നമ്മുടെ നാട്ടിലെത്തുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഫ്രഷ് കിട്ടായിക്കൊന്നുമില്ല, കിട്ടും. വലക്കാരോട് ചോദിച്ചാൽ കിട്ടൂടാ, തോണിക്കാർ. അത് നമ്മുടെ നാട്ടിലെ ആ കോഴിക്കോട്. നമ്മുടെ നാട്ടിൽ ഫ്രഷ് കിട്ടായിക്കൊന്നുമില്ല. അപ്പോൾ പോവാല്ലേ? അപ്പോൾ അങ്ങനെ ഞങ്ങൾ ധനുഷ്കോടിയിൽ നിന്ന് പോവുകയാണ്. പിന്നെ ഈ കണ്ണാടി ഇട്ടേക്കൊന്നും വലിയ ജാട കാണിക്കാനൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. സംഭവം എന്താ വെച്ചാൽ ഇവിടെ കണ്ണാടിയും ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. കാരണം ഇത്രയും ഭയങ്കര വെയിലാണ്. നമുക്ക് എന്താ പറയുക, താങ്ങാൻ പറ്റുന്നതിലും അധികമാണ്. ഇത് മോസസ് ഇവിടെ കുളിക്കുകയാണ് രാവിലെ ഇവിടെ വന്നിട്ട്. എടാ ഇത്രയും കടലിൽ വെള്ളം കിടന്ന് നിനക്ക്, അല്ല ഇത്രയും കടലിൽ ഇത്ര വെള്ളം കിടന്ന് നിനക്ക് അതിൽ കയറി കുളിച്ചാൽ പോരെ? അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ വേഗം പോവാട്ടോ. എടാ ഇവിടെ മീൻ കടയൊന്നും തുറന്നില്ലല്ലോടാ, ടൈം ആവുന്നേ ഉള്ളൂ. പക്ഷേ ഈ ടൈം ആയപ്പോഴത്തേക്ക് എന്തൊരു വെയിലല്ലേ. ഇവിടുന്ന് മീൻ തിന്നുന്നത് സ്കിപ്പ് അടിച്ചിട്ട് വേളാങ്കണ്ണിക്ക് പോവാം. അതായിരിക്കും നല്ലത്. വേളാങ്കണ്ണിയിൽ ഇപ്പോൾ ഇഷ്ടം പോലെ മീനുണ്ട്. നമുക്ക് അവിടുന്ന് മീൻ വാങ്ങിയിട്ട് ഉച്ചയ്ക്ക് ചോറും മീൻ വറുത്തതും ഉണ്ടാക്കിയാലോ? നോക്കാം നോക്കാം. അത് ഞാൻ ഓക്കെയാ. ഞാൻ വേറെ കാര്യം പറയട്ടെ, രാവിലെ മഴയും പെയ്ത് വെള്ളത്തിൽ മുങ്ങി കിടന്ന സ്ഥലാ. ഇപ്പൊ എന്താ നോക്ക്, വെയിലില്ലേ 33 ഡിഗ്രി ചൂടാ. 33 ഡിഗ്രി. 9:30 ആയപ്പോഴത്തേക്ക് 33 ഡിഗ്രി ചൂട്. ഒരേ 8 മണിക്ക് നമ്മൾ ഇറങ്ങിയപ്പോ മഴ. അല്ല മോസസേ, ഇനി നമ്മളെങ്ങനെയാ ഇതുങ്ങളെ നോക്കണേ? പശു അപ്പൊ നമ്മളിനി നേരെ വേളാങ്കണ്ണിക്കാണോ? ഇവിടെ നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാമില്ലേ, പുള്ളിയുടെ എന്തൊക്കെയോ ഒരു മ്യൂസിയം വീടൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിങ്ങനെ ആൻസിയും പറയുന്നത് തപ്പി നോക്കാം. പറ്റി നമുക്ക് അവിടെ നിന്ന് പോവാം. അതൊക്കെ ഇനി എപ്പോഴൊന്നും വരാൻ പറ്റില്ലല്ലോ. അതെ, വരുമ്പോഴൊക്കെ ഒന്ന് കണ്ടു പോവാം. മാക്സിമം പേര് നമുക്ക് കണ്ടിട്ട് നമുക്ക് പോവാം. അതെ, അത് പക്ഷെ നല്ല രസമായിരിക്കും. പുള്ളി ഉപയോഗിച്ച ഡ്രസ്സ്, കണ്ണട, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് പറയുന്നത്. അത് ഫോണ് കയറ്റാൻ പറ്റുമോ? വീഡിയോ എടുക്കാൻ പറ്റുമോ? നോക്കാം, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അത് അങ്ങനെ പറ്റുമായിരിക്കും. മ്യൂസിയം അല്ലേ? അല്ലേ നമ്മൾ ഇന്നലെ പളനി പോയ പോലെ ഇരിക്കും. അതെ, അത് വലിയൊരു നഷ്ടമായിരുന്നു അല്ലേ? ഓ പിന്നെന്താ, അടുത്തേലാക്കാം. അടുത്തേല് നമുക്ക് ആക്കാം. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ കലാം സാറിന്റെ ഹൗസ് എത്തിയതാ. കലാം ആർക്കേഡ് ഹൗസ് ഓഫ് കലാം. അങ്ങനെ ഇവിടെ എത്തി. ഇവിടെ എവിടെ വണ്ടി വെക്കാൻ പറ്റിയ നമുക്ക് ഇറങ്ങായിരുന്നു. നമുക്ക് വണ്ടി പാർക്കിംഗ് ഉണ്ടാവും ചിലപ്പോ. ഇതാണ് പാർക്കിംഗ് ആണോ? അതെല്ലാവരും വീട്ടിലേക്കുള്ള വഴിയാണോ? കയറ്റി വെക്കാൻ പറ്റും ചോദിച്ചോ നമുക്ക്. ആരോ വീടാ, ബേക്കൊന്ന് നോക്കണേ. ആരോ വീടാ, നമുക്ക് നോക്കാം. നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. 5 മിനിറ്റ് വെക്കാൻ പറ്റും അല്ലേ? അപ്പൊ വണ്ടി ഇവിടെ വെക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി മോസസ് നമ്മൾ പോയിട്ടുണ്ടോ ഒന്ന് ചോദിച്ചു നോക്കണം. അല്ലെങ്കിൽ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഇതാ ഒരു വീട്, കടയാട്ടോ. ചോദിച്ചിട്ട് മോസസ് എന്തായി? ഇതാണ് കലാം സാറിന്റെ ചേട്ടന്റെ വീട്. ഓ ഈ ചേട്ടന്റെ APJ മുഹമ്മദ് മുത്തുമീര പുള്ളിയുടെ കടയാണിത്. പുള്ളിയുടെ ഫോട്ടോ ഉണ്ടോ? ചേട്ടൻ അനിയനും കൂടി രണ്ടുപേരും മുഖൊക്കെ ഏതാണ്ട് ഒരേപോലെ. ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കേട്ടോ. സാധനങ്ങൾ ഇഷ്ടംപോലെ. ഞാൻ ആദ്യം പുറത്തുനിന്ന് വിചാരിച്ചേ ചുമ്മാ സെയിലിന് വേണ്ടി ചെയ്തു വെച്ചേക്കുന്നതായിരുന്നു. പക്ഷെ അല്ല കേട്ടോ. ഇതൊരെണ്ണം മേടിച്ചാലോ നമുക്ക് വീട്ടില്? ഏതാ? ഇത് അബ്ദുൽ കലാമിന്റെ അല്ലേ? ധനുഷ്കോടി.
രാമേശ്വരം ഒന്നും വേണം. രാമേശ്വരം വേണ്ട. ധനുഷ്കോടി എന്താ പറയാന്നറിയോ? എത്ര എത്ര രൂപ ഉണ്ടാവും? ഒരു 300 രൂപ കൊടുക്കാം. 200 200 220 രൂപ. രസമുണ്ട് കേട്ടോ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, ആ. അതാണ് ലൈസൻസ് ഉള്ള കടയും റോഡ് സൈഡിൽ നിന്ന് മേടിക്കുന്നത് പിന്നെ നമ്മൾ ഇത് വ്യത്യാസം. ഞാൻ പിന്നെ അവിടുന്ന് എങ്ങനെ പറയാ. ഇതെല്ലാം രസമല്ലേ? ആ തേനുള്ള അല്ലേ? ഇതെണ്ണോ ഇതെവിടെ വെക്കാം? 110 രൂപ അല്ലേ? അല്ല മോനെ പോവാ നമുക്കെന്നാ. പോവാ. നീ വാങ്ങി വീട് பார்க்க முடியுமா? வீட்டுக்குள்ள விட மாட்டாங்க. வெளியில நின்று போட்டோ இதா வீட்ல யாரு இருக்கு? அவங்க உங்க அண்ணன் பசங்க எல்லாம் இருக்காங்க. அவங்க பேரங்க. ഓക്കെ. എന്റെ മോസസ് ഇത് എന്താടാ? ഇതോ കുറെ സാധനം മേടിച്ചിട്ടുണ്ടല്ലോ. ഇത് മറ്റേ ആ ഫ്രിഡ്ജിലൊക്കെ ഒട്ടിക്കുന്ന സാധനം. ആ. പിന്നെ എന്താ പറയാ, നീ ഇങ്ങനെ ചങ്കിന്റെ സാധനം. അല്ല ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, നീ ഇങ്ങനെ സാധനങ്ങൾ മേടിച്ചാൽ തിരിച്ച് വീട്ടിൽ പോയാൽ എണ്ണ അടിക്കാനുള്ള കാശ് പിന്നെ പേടിക്കാനില്ല. അതാ എനിക്കൊരു ധൈര്യം കേട്ടോ. അല്ല ഇത് വണ്ടിയിൽ വെച്ചിട്ടേ, വണ്ടി ഇവിടെ വെച്ചിട്ട് ഇതാണ് അവരുടെ വീട്. ഈ വീടാ? ഇത് AC ഒക്കെ ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോ നിൽക്കുന്നത് ചേട്ടന്റെ അല്ലേ? ആ ചേട്ടന്റെ കടയിൽ നിന്നാണ് ഇപ്പൊ നമ്മൾ സാധനങ്ങൾ മേടിച്ചത്. അല്ലടാ ഞാൻ ചോദിക്കുന്നത്, ഈ മേളിൽ കാണുന്നത് ചേട്ടന്റെ വീടല്ലേ? വീടാണ് അവരുടെ വീടാണ്. മക്കൾ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഉള്ളിൽ കയറാൻ പറ്റില്ല, മക്കളും ഇവിടെ പറ്റുമോ നമുക്ക്? നമുക്ക് എന്തായാലും ഇവിടെ മ്യൂസിയം ഉണ്ട്. സാറിന്റെ വീടും മ്യൂസിയം ഉണ്ട് അല്ലേ? ആ അതായത് പുള്ളിയുടെ ഡ്രസ്സ് സാധനങ്ങള് അങ്ങനെ. ഹൗസ് ഓഫ് കലാം. ആ ഇതല്ലേ ഹൗസ് ഓഫ് കലാം. പുള്ളി ചേട്ടനും മരിച്ചു വേടാ. ചേട്ടനും മരിച്ചല്ലേ? ആ ഭാരത് രത്ന ഡോക്ടർ അബ്ദുൽ കലാം. പഴയ വീടിന്റെ ഇത് കണ്ടോടെ റിനോവേഷൻ ചെയ്തെടുത്ത ഇങ്ങനെയായിരുന്നു. 2002 റിനോവേഷൻ ചെയ്ത് ഇങ്ങനെ സെറ്റപ്പ് ആക്കി മേളിലേക്കാണ്. ചെറിയ കുഞ്ഞു വീടായിരുന്നു, കണ്ടില്ലേ? അത് ഉള്ളിൽ കയറാൻ പറ്റും നോക്കാം അല്ലേ? ഇത് കയറാൻ പറ്റില്ലല്ലോ. വീട് അല്ലേ? ഈ താഴെ കാണുന്ന വീട്. താഴെ വീട്. ഇത് പെയിന്റ് പഠിച്ചോളാണോ? കൈ നോക്കിയേ. ഇല്ല. ഓക്കെ. ഇവിടെ വീഡിയോ എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ഞങ്ങള് മ്യൂസിയത്തിൽ വീഡിയോ എടുക്കാൻ പാടില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ മേളിലേക്ക്. ഇത് എന്താ നോക്കുന്നത്? ഇത് അപ്പനെ ഇവിടെ വന്നിട്ട് ഈ APJ അബ്ദുൽ കലാമിന്റെ വലിയൊരു സാധനമാണ് അപ്പൻ. അപ്പൊ അപ്പനായിട്ട് കൊടുക്കാൻ പറ്റിയ സാധനം. ലെറ്റ് us sacrifice our today so that our children can have a better tomorrow. ഇത് അപ്പനോട് കൊടുത്താലോ? നീ എന്തോ ഒരു അർത്ഥം വെച്ചുള്ള പരിപാടിയാണല്ലോ. കൊടുത്തോ. ഇത് എവിടെയാണ്? 50. 50 രൂപ. ഇത് കൊടുക്കാം. അപ്പൻ തന്നെ കൊടുക്കാം. അവിടെ വലിയ ശംഖും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ? നമ്മള് ഇത്ര നേരം കണ്ടതിനേക്കാളും മുഴുത്ത ശംഖ് ഇരിക്കുന്നുണ്ട് അവിടെ. പക്ഷെ മോസസേ, താഴെ വീഡിയോ എടുക്കാൻ പറ്റതില്ല. എനിക്ക് ഭയങ്കര വിഷമം. ഫോട്ടോ എടുക്കാൻ സമയമില്ല, വീഡിയോ എടുക്കാൻ സമയമില്ല. ഫോട്ടോ എടുത്താൽ 200 രൂപ ഫോട്ടോ. അത് സോഫ്റ്റ് കോപ്പിയും തരില്ല. സോഫ്റ്റ് കോപ്പി തരില്ല, നമുക്ക് പ്രിന്റ് ചെയ്ത് തരും. 200 രൂപ പക്ഷേ ഫോട്ടോയ്ക്ക്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് വേണ്ടെന്നുണ്ടോ. അതെ. ഇത് എത്ര മോസനെ? സിൽവർ ആയിട്ട് ഇവിടെ ഈ സ്പടിയൊക്കെ എന്ത് വില? 8000 ചില്ലറ രൂപ. 8000 ചില്ലറ രൂപ വിളിച്ചില്ലേ? അത് എനിക്ക് ഗ്രാമിനാണ് ഇത് വില കേട്ടോ. അത് ഗ്രാമക്ക് എவ்வளோ? ഒരു ഗ്രാമക്ക് അങ്ങനെ പുറത്തെടുക്കാൻ പാടില്ല കേട്ടോ. ആ ചേട്ടനെ വഴക്കറിയാണ്. ഇത് കണ്ടോ, ഇതെല്ലാം കാറിനടക്കം രുദ്രാക്ഷമുണ്ട്. നമ്മുടെ ഇത് ചില്ലിൽ വെച്ച ചില്ല് പൊട്ടിപ്പോകുന്നു. 15 രൂപയുള്ളൂ. പക്ഷെ നല്ല രസമുണ്ട്. എന്താണ് 15 രൂപയുള്ളൂ. എന്താ സാധനം? എന്താ ഇതിങ്ങനെ ഓരോ അല്ല ഫ്രിഡ്ജിൽ എവിടെ വേണം ഒട്ടിക്കാം. ഓരോ കോട്ട്സേ നല്ല രസമുണ്ട്. വീട്ടിലൊക്കെ വെച്ചാലേ അല്ലെങ്കിൽ ഒരു വായിക്കുമ്പോ പോസിറ്റീവ് എനർജി ഉണ്ട്. ഇതൊക്കെ ഓരോ കല്ലും കാര്യങ്ങളൊക്കെയാണ്. അതിനൊക്കെ സർട്ടിഫിക്കറ്റ് അടക്കാം കേട്ടോ. ISO ഹോൾമാർക്കുള്ള സർട്ടിഫിക്കറ്റ് അടക്കാണ് കൊടുക്കുന്നത്. ഞാൻ പോവാ. അപ്പൊ അങ്ങനെ പോവാ അല്ലേ? സാധനം മേടിച്ചു. 2 സാധനം മേടിച്ചു. 65 രൂപ. 65 രൂപയുടെ എന്താ ബിരിയാണിന്റെ ഉണ്ടല്ലോ. നമുക്ക് ഒരു പണി ചെയ്താലോ? ഈ മണം പിടിച്ചങ്ങ് പോയാലോ? തല്ലിട്ടൂലേ? ചിലപ്പോ ബിരിയാണി കിട്ടും. അപ്പൊ നമുക്ക് എനിക്ക് വന്നേ പുള്ളിയുടെ പാടില്ല. ചേട്ടന്റെ മക്കളൊക്കെ താഴെ ഉണ്ടല്ലോ, അവരെ വീട്ടിൽ നിന്നായിരിക്കും. പൊരിച്ച കോയിന്റെ മണം. നീ ഇവിടെ പെയിന്റിലൊന്നും തുടരുത്. ഞാൻ തൊടൂല. അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റാത്തതില് ശരിക്കും അതിന്റെ ഉള്ളിൽ കാണിക്കണായിരുന്നല്ലേ? അതെ. കുറെ സാധനം പഴയ എന്തൊക്കെ ഫോട്ടോസ് ആണ് അതില്. പഴയ കാണാത്ത സർട്ടിഫിക്കറ്റുകളുണ്ട്. സർട്ടിഫിക്കറ്റ് തന്നെ ഒരു ലോഡ് ഉണ്ട്. നിനക്ക് എത്ര സർട്ടിഫിക്കറ്റ് ഉണ്ട് മൊത്തം? എനിക്കോ 10ന്റെയും +2 എനിക്ക് മറ്റേ ജനന സർട്ടിഫിക്കറ്റും 10ന്റെയും +2 ഒക്കെ ഉണ്ട്. എത്ര സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് വേഗം പോവാട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് വീണ്ടും പാമ്പൻ പാലം എത്തി. ഇത് ഉദ്ഘാടനം ചെയ്യാനാണ് ഈ കാണുന്ന പുതിയ റെയിൽവേ ആണെന്ന് തോന്നുന്നില്ല. അത് പുതിയ റെയിൽവേ പഴയതുപോലെ വീതി ഉണ്ട് അല്ലേ? അപ്പൊ ഈ കാണുന്ന പുതിയ റെയിൽവേന്റെ
ഈ പാലം ഉണ്ടല്ലോ, ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് 6-ാം തീയതി നരേന്ദ്രമോദി സാറ് വരുന്നത് കേട്ടോ. അതാണ് സംഭവം. മോദിജി, അതെ. അതാണ് ഇവിടെ ഒന്നും അങ്ങനെ അധികം ആൾക്കാരെ നിർത്തിക്കാത്തത്, ഫുൾ പോലീസും കാര്യങ്ങളൊക്കെ. ഇന്നലെ നമ്മൾ വന്നപ്പോൾ കണ്ടില്ലേ, നമ്മൾ വണ്ടി നിർത്തിയപ്പോഴേ നമ്മൾ ഓടിച്ചു. ആ, കൂടുതൽ പോലീസുകാർ ഇതുണ്ട് എല്ലായിടത്തും. അത് മാത്രല്ല, ഇത് സെക്യൂരിറ്റീൻ്റെ ഭാഗമാണല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ ഒരു, അതായത് കേരളത്തിൽ നിന്ന് ഒരു MLA വരുന്ന പോലെ അല്ലല്ലോ, ഇന്ത്യേൻ്റെ മെയിൻ ആളാണ്, മെയിൻ മഹത്വ വ്യക്തിയാണ്. അപ്പോൾ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതിൻ്റെതായ സെക്യൂരിറ്റിയും കാര്യങ്ങളും പുള്ളിക്ക് കൊടുക്കണം. ഇവര് ഇവിടെ സൈഡ് ആക്കാനാണ്. അതെ, പിന്നെ എങ്ങനെയാ ശരിയാവും കാവലുകാര്. ചേട്ടൻ ലൈറ്റൊക്കെ ഇട്ടിങ്ങ് പോരുകയാണ്. നമുക്കൊരു ഗരുഡാന്നോ അങ്ങനെ പോലീസിന്റെ വണ്ടിക്ക്? ആ, പോലീസ് നിന്നിട്ടും നോക്ക് എന്തോരം വണ്ടികളാ സൈഡിൽ കൂടി കിടക്കണേ. ആ, അത് മറ്റേ ബ്ലാക്ക് കാറ്റ്സ് പോലത്തെ അല്ലേ? നമ്മളെ പിടിക്കുവോ? ആ, ചെക്കന്മാര് ഇതുണ്ടല്ലേ? ആ ഹാ ഹാ, ഒക്കെ സെക്യൂരിറ്റികളാണ്. ഇതേ പോലീസ് വണ്ടി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവിടുന്ന് പോകുന്നത് തന്നെ കേട്ടോ നല്ലത്. എന്താണെന്നറിയോ, ഫുള്ള് ബ്ലോക്ക് ആവും. വെറുതെ ലോക്കായി നിൽക്കുന്നതിന് നല്ല നമുക്ക് പോകുന്നത്, നമ്മുടെ സമയം വെറുതെ പോകുന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല അല്ലേ? പിന്നെ ഇത്രയും ദൂരം തന്നെ ചെയ്യണമെങ്കിൽ പൈസ എത്രയാവും? അടിപൊളി വ്യൂ ആണ്. വാ വേണമെന്ന് കഴിക്കാം. ഉപ്പുള്ള എന്നാ വേണ്ട. അപ്പോൾ നമ്മളിത് ഒരു ചെറിയ ചായക്കടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അല്ല, കയറിയതാട്ടോ. ഏയ്, ആ കറക്കല് കണ്ടോ മോനെ? അത് 2 കൊടുക്കും. അപ്പോൾ നല്ല നല്ല സൂപ്പർ തമിഴ്നാടൻ ദോശ കഴിക്കാം രാവിലെ അല്ലേ? ദോശ ചട്നി അവിടെ ഇരി. ഓ, അപ്പോൾ അങ്ങനെ നമ്മൾ ദോശ വന്നു, ചട്നി വന്നു, തക്കാളി ചട്നി കേട്ടോ. എല്ലാം തരാം, ഇപ്പം തരാം, എടുത്തിട്ട് വരട്ടെ ഇത്. പക്ഷെ ദോശ അടിപൊളി കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പേപ്പർ ദോശ അല്ലേ? ചമ്മന്തി കൂട്ടിയിട്ട് തക്കാളി ചട്നി കുഴപ്പമില്ല അല്ലേ? പക്ഷെ നമ്മുടെ തേങ്ങ ചട്നീൻ്റെ അത്രയും വരില്ല. ചേട്ടാ നമുക്ക് തേങ്ങ ചട്നി കൊണ്ടുവരുന്നുണ്ട്. തേങ്ങയാണോ? അല്ല, സാമ്പാറല്ലേ? കുറുമ. ആ ആ, കുറുമ കേട്ടോ. ഇതാണ് കുറുമ. ഇത് വെജിറ്റബിൾ കുറുമയല്ലേ? ആ, കുറുമ വലിയൊരു കുഴപ്പമില്ല അത്രേ ഉള്ളൂ അല്ലേ? എന്തായാലും കഴിക്കാൻ വേഗം. സമയം എന്താ? 11:30 ആയിട്ടോ. അപ്പോഴാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എന്താ ചെയ്യാം, എന്തേലും ഞാൻ റെഡി. സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ എവിടെ എത്തിയില്ല, രാമേശ്വരത്ത് തന്നെയുണ്ട്. അതെ. അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞു. മോശം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഒരു ദോശയ്ക്ക് 40 രൂപ. ഒരു ദോശയ്ക്ക് 40 രൂപ, 4 ദോശ 16, 160 രൂപ. ആ, ചായ 10 രൂപ. ഓംപ്ലേറ്റും കൂടി കഴിച്ചേ. അപ്പൊ ശരിക്കും അതിന് റേറ്റ് കുറയണം. ചേട്ടാ കൊല്ലുവാണ്. ഇതൊക്കെ ട്രെൻഡ്. ആ, ഇതൊക്കെ നേരെ പോകണം. എന്താ ചെയ്യാ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വേറൊരു സംസ്ഥാനത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ അവർ കേൾക്കുന്ന രീതിയിൽ ഒന്നും പറയരുത്. നമ്മൾ മനസ്സിൽ പറയുക, അതാണ് സേഫ് കേട്ടോ. അപ്പൊ നമുക്ക് പോവാം ഗൈസ്. ഞങ്ങളങ്ങനെ വേളാങ്കണ്ണി എത്താൻ പോകുന്നു. എത്തി 30 കിലോമീറ്റർ ഉണ്ടാവും. 5-6 കിലോമീറ്റർ ഇല്ല, 30 കിലോമീറ്റർ. 30 ഉണ്ടോ? ആ, അവിടെ ഓടുണ്ട്. എത്തിയില്ലല്ലേ? അപ്പൊ 30 കിലോമീറ്റർ കൂടി ഉണ്ട്. വിശന്നിട്ട് ഒരു രക്ഷയില്ല. സമയം എത്രയായി? സമയം 3 മണിയായി. ഞങ്ങള് ദോശയിലാണ് ഇപ്പൊ നിൽക്കണത്. എളുപ്പത്തിന് ഫുഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ചിക്കൻ തപ്പിയിട്ട് ഒരു കടയുമില്ല. ഇനിയിപ്പോൾ വേളാങ്കണ്ണി പോയിട്ട് മീൻ മാത്രം തിന്നേണ്ടി വരും എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു 1.5 മണിക്കൂറായിട്ട് ജിൻസാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ റെസ്റ്റിലാണ്. ഇനിയിപ്പോൾ വേളാങ്കണ്ണി പോയിട്ട് അതിനിടയ്ക്ക് നമുക്ക് ചിക്കൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഫുഡ് ചെയ്ത് കുക്ക് ചെയ്ത് കഴിക്കാം. ഇല്ലെങ്കിൽ വേളാങ്കണ്ണി പോയിട്ട് നമുക്ക് മീനൊക്കെ കഴിക്കാം. നോക്കാം. കുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം നമുക്ക് കുക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് മീൻ കഴിക്കാം. ഗൈസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ പോയി ഒരു വണ്ടിക്കാരൻ കുറേ നേരം നമ്മുടെ ഫോണടി. ആ, എന്നാ ഞാൻ കേറി കൊടുക്കാനല്ല, കേറാൻ വേണ്ടി സൈഡ് കൊടുത്തു. അമ്മച്ചതൊക്കെ കയറില്ല.
അങ്ങനെ പോവാണ്. പോയി നല്ല നല്ല രസമുണ്ട് കേട്ടോ. ഫുള്ള് കാലി സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് തമിഴ്നാട്ടിൽ. നമ്മുടെ നാട്ടിലാണ് സ്ഥലമില്ലാത്തത്. ഇവിടെ നോക്കി, ഇവിടെ ഇഷ്ടംപോലെ നോക്ക്, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സ്ഥലങ്ങളാണ്. ചിക്കൻ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും ചിക്കൻ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഭക്ഷണം കുശാൽ, ഇല്ലെങ്കിൽ കശാൽ. അങ്ങനെ കഞ്ഞിയും പരം കുടിക്കാനുള്ള ഗതികളൊന്നും ആയിട്ടില്ല. നമ്മൾ നേരെ വേളാങ്കണ്ണി പോയിട്ട് നല്ല മീൻ കുറേ തിന്നാം. ഇല്ലെങ്കിൽ അവിടെ നിന്ന് മീൻ മേടിച്ചിട്ട് വറക്കാം. നമ്മുടെ ചോറും വെക്കാം, മീനും മേടിച്ച് വറക്കാം. നോക്കാം എന്താണ് സാഹചര്യം. ഞങ്ങളിങ്ങനെ പോവാ. ഒരൊറ്റ ചിക്കൻ കടയില്ല, എല്ലാം അടച്ചിട്ട്. എന്താ ചെയ്യാ ചിക്കൻ കട മാത്രമാണ് അടച്ചിട്ടുള്ളൂ. അതെ. ഇന്ന് ഇനി ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണോ? വെള്ളിയാഴ്ച ഇല്ലേ? വെള്ളിയാഴ്ച അങ്ങനെ അറിയില്ല. നോക്കാം. പോയി നോക്കി പോവാം. ഇല്ലെങ്കിൽ വേളാങ്കണ്ണി പോയിട്ട് നമുക്ക് ചുട്ട മീനെ കഴിക്കാം. ചുട്ടതും ചുടാത്തൊക്കെ ആയിട്ടുള്ള മീനുണ്ടാ, അടിപൊളിയാ. ഞാൻ ഇതുവരെ കഴിച്ചില്ല. ആ പള്ളിയിൽ അവിടെ നിന്ന് കടൽ തീരത്തേക്ക് പോവാം. നടന്ന് അങ്ങനെ പോകുമ്പോ അവിടെ വലതുവശത്ത് കുറേ കടകളുണ്ട്. പോയിട്ട് ഇങ്ങനെ പോവാം നമുക്ക് അങ്ങോട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മളിപ്പോൾ വേളാങ്കണ്ണി എത്തി. വേളാങ്കണ്ണിയിൽ കൂടി ഇങ്ങനെ തിരക്കിനിടയ്ക്ക് കൂടി ജിൻസ് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ്. ആദ്യമായിട്ട് ഇവിടെ വണ്ടി ഓടിച്ചു വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എൻ്റെ ഒരു സുഹൃത്ത് വഴി നമുക്ക് ഇവിടെ ഒരു നല്ല അടിപൊളി റൂം കിട്ടി. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാ ഇവിടുന്ന് ലെഫ്റ്റ് കേട്ടോ. അല്ല ഇതിനകത്താന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇവിടെ എങ്ങാണ്ട റൂം നിൽക്കടാ. നമ്മുടെ റൂം എത്തി. ഇതാണ് നമ്മുടെ റൂം. ഇത് ഈ ആനീസ്റ്റേ ഗൈസ്. നമുക്ക് അവിടെ പോയി തിരിച്ചിട്ട് വരാം ഗൈസ്. നമ്മുടെ റൂം കിട്ടി. ഇനി നമുക്ക് മുമ്പിൽ പോയി തിരിച്ചിട്ട് വരാം. ഇവിടെ ബ്ലോക്ക് ആയി ഗൈസ്. അങ്ങോട്ട് കയറ്റാം. ഇവിടുന്ന് തിരിച്ചിട്ട് അങ്ങോട്ട് കയറ്റാം അല്ലേ. നല്ല മാങ്ങയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. മാങ്ങയുടെ സീസണിൽ ഇവിടുന്ന് വലത്തോട്ട് പോയാലാണ് നമ്മുടെ വേളാങ്കണ്ണി പള്ളികളൊക്കെ. ഇവിടെ തിരിച്ചോ. നമ്മുടെ ഒരു പഴയ പള്ളിയാണ്. വിളിക്കണോ? തിരിച്ചോ. നമ്മുടെ ചേട്ടന്റെ പേരെന്തായിരുന്നു? ആരാ? നെജു അഗസ്റ്റിൻ. നെജു ചേട്ടനാണ് നമുക്ക് റൂം തന്നെ. ഇപ്പം നെയ് ചേട്ടനെ വീഡിയോ കാണിക്കാന്ന് വെച്ചാൽ നെയ് ചേട്ടൻ ഇവിടെ റിവേഴ്സ് തിരിച്ചോ. ഇവിടെ അങ്ങനെ വണ്ടികളൊക്കെ തിരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഹോട്ടലിലോട്ട് പോവാണ്. നല്ല വെയിലാണ് കേട്ടോ. സമയം 4 മണിയായി. ഗ്ലാസ് ഇട്ടേക്കുന്നോണ്ട് എനിക്ക് അങ്ങനെ വെയിൽ അറിയുന്നില്ല. എനിക്കൊരു മഴക്കാറ് വന്ന ഫീലാ. ഞാൻ ഊരി വെച്ചേക്കാം. ഗ്ലാസ് ഇട്ട കോടീശ്വരൻ പരിഷ്കാരി. അങ്ങനെ ഫുള്ള് ബ്ലോക്കാട്ടോ ഗൈസ്. നമുക്ക് ഫുള്ളത് ഇവിടെ ആൾക്കാരൊക്കെ വന്ന് വെയിലൊക്കെ കൊണ്ട് വെള്ളം കൂടിയ ഐസ് വെള്ളമാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പോവാണ്. അപ്പോൾ നമുക്ക് റൂം തന്ന നെജിച്ചേട്ടനാണ്. നെജിച്ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഇവിടെ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ റൂംസൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. അങ്ങോട്ട് ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഹോട്ടലിലെത്തി. ഇതാണ് നമ്മുടെ ഹോട്ടൽ സെൻറ്റ് ആനീസ് സ്റ്റേ ലൈക്ക് എ കിങ്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ ജിൻസ് വണ്ടി ഇങ്ങനെ ഓടിച്ച് നമ്മുടെ പാർക്കിങ്ങിലോട്ട് കയറ്റുന്നു. ഇത് നമ്മുടെ നെയ്ച്ചേട്ടൻ്റെ ഹോട്ടലാണ്. നെയ്ച്ചേട്ടൻ ഇവിടെ ഇല്ല, നാട്ടിൽ. അപ്പോൾ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു. ചേച്ചീനെ നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ വണ്ടി അങ്ങനെ പാർക്ക് ചെയ്തു. വണ്ടി ഫുള്ള് ചെളിയാ കൈസ്. എനിക്ക് വിഷമാവുന്നുണ്ട്. എൻ്റെ ചങ്കാണ് ചങ്ക്. അങ്ങനെ നമ്മൾ ഹോട്ടലിലേക്ക് എത്തി കേട്ടോ. ഇവൻ എനിക്ക് ഡോറ് തുറന്നു തന്നില്ല. നീ എന്താണ് എനിക്ക് ഡോറ് തുറന്നു തരാൻ? ചേച്ചീൻ്റെ പേരെങ്ങനെയാ? ഡോണ. അപ്പോൾ ഡോണ ചേച്ചിയൊക്കെയാണ് നമ്മുടെ ഹോട്ടലിൻ്റെ. അപ്പോൾ എന്തായാലും നമുക്കിനി വേഗം റൂമിലേക്ക് പോകണം കേട്ടോ. ഹോട്ടൽ സെൻറ്റ് ആൻസ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. മോസസിൻ്റെ കൂട്ടുകാരൻ്റെ ഹോട്ടലാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഇത് കണ്ടോ, ഇത് നമുക്ക് റൂം എടുത്തപ്പോൾ ഫ്രീ കിട്ടിയതാണേ. അപ്പോൾ ഈ റൂം ശരിക്കും എത്ര തന്നെയാണ്? 3500 രൂപയുടെ റൂം കേട്ടോ. നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ട് മോസസിൻ്റെ കൂട്ടുകാരനായതുകൊണ്ട്. അടിപൊളി റൂമാണ്. പിന്നെ ബാത്റൂം ഒന്ന് ഞാൻ കാണിച്ചാൽ. ബാത്റൂം എന്താ, വാഷ് ബേസിനുണ്ട്. കൊള്ളാം, അത്യാവശ്യം നല്ല സൂപ്പർ വൃത്തിയുണ്ട്. അത് വൃത്തിൻ്റെ കാര്യം വേറൊരു കാര്യമുണ്ട്. ഇത് മലയാളികളുടെ ഹോട്ടലല്ലേ, അപ്പോൾ ആ വൃത്തി എന്തായാലും ഇല്ലാതിരിക്കില്ലല്ലോ. ഡോണ ചേച്ചിയാണ് ഇപ്പോൾ നോക്കുന്നത് അല്ലേ. ചേട്ടൻ ഇപ്പോൾ എവിടെ പോയി? നാട്ടിൽ. ഇവരുടെ വീട് എവിടെയാണ്?
എറണാകുളംകാരല്ലേ? ആ ശരി ശരി. ആ ഒരു സ്ലാങ് ഇങ്ങനെ ചേട്ടൻ എനിക്കൊന്ന് അല്ല ഈ പുള്ളിക്കാരി ഇവിടെ തന്നെയുള്ള ആളാണ്. ആണോ? പുള്ളിക്കാരി ഇവിടെ പഠിച്ചതാ. വേളാങ്കണ്ണി. ആ ഓക്കെ ശരി ശരി. ചേട്ടൻ അവിടെയാ. എടാ ഇതിലിപ്പോൾ ഒരു ബെഡ് എടുത്ത് മാറ്റേണ്ടി വരുമോ? ഇത്രയും വലിയ ബെഡ് എടുത്തിട്ട് നമുക്ക്? ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കാം. അല്ല ഞാനതിൽ കിടക്കാം. അല്ല വേണ്ട, ഞാൻ അവിടെ കിടക്കണം. എൻ്റെ ശരീരം വെച്ച് ഞാൻ അവിടെ കിടക്കണം. ആയിക്കോട്ടെ, ഞാനിതിൽ കിടക്കാം. നമുക്ക് ഫുഡ് കഴിക്കാൻ പോലോ? എന്നാൽ ഫുഡ് കഴിക്കാൻ പോവാ, വിശക്കുന്നു. നമുക്ക് മീൻ കഴിക്കാൻ പോവാം. മീനാ? ഫുഡ് ഉണ്ടാക്കില്ല. മത്തി ഫ്രൈ. മത്തിയല്ല, അയ്യേ മത്തിയൊന്നും പറയല്ലേ. വലിയ വലിയ മീനുണ്ടോ? ആണോ? നാട്ടിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്ന് മത്തി പോയി നോക്കാം അല്ലേ? നിനക്ക് അല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകിട്ട് പോവാം. എന്തായാലും ഇത്രയായാലും. അങ്ങനെ ഞങ്ങൾ ഇത് വല്ലാത്തൊരു വ്യൂ തന്നെ കേട്ടോ അല്ലേ? വേളാങ്കണ്ണീൻ്റെ പള്ളീൻ്റെ ഒക്കെ സൈഡിൽ കൂടി ഞങ്ങളങ്ങനെ നടക്കുകയാണ്. കാരണം ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം വേറൊന്നുമല്ല, എന്തെങ്കിലും കഴിക്കണം, ഇല്ലെങ്കിൽ മോസസ് എന്നെ പിടിച്ച് തിന്നും എന്നുള്ളൊരു സ്ഥിതിയിലാണ് ഇപ്പോൾ എൻ്റെ നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞാനിങ്ങനെ നടന്നിട്ടൊന്നും ഞാൻ പുള്ളീൻ്റെ കൂടെ എത്തുന്നില്ല. കാരണം പുള്ളി അങ്ങനെ വിടണേ. ഞങ്ങൾ മോസേ ഇവിടെ വന്ന് ഞാനും കൊച്ചൊക്കെ മുട്ടയടിച്ചായിരുന്നു. അത് കുറച്ചായി ഞങ്ങൾ ഇപ്പം നേർച്ചയുണ്ട്, അതിപ്പോൾ നടത്തണ്ട. ആ ഞാൻ വേണ്ട, ഇപ്പം വേണ്ട. എനിക്ക് കൊച്ചിനെ കൊണ്ടുവരണം, അതുകൊണ്ടാണ്. വേണ്ടടാ. ശരിക്കും വേളാങ്കണ്ണിയിൽ നേർച്ചയായിട്ട് വരുന്നവർ ഇവിടെ നിന്നാണ് തല മുട്ടയടിക്കുക. അതായത് 50 രൂപയെ ചാർജ് ഉള്ളൂ. ഇവിടെ ബോർഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കരുതെന്ന്. പക്ഷേ ഒരാൾ മുട്ടയടിച്ച് ഇറങ്ങുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ മോസേ, എത്ര രൂപയാണെന്നറിയോ? 50 രൂപയും പിന്നെ ഒരു 2 രൂപ ബ്ലേഡിനും, ഇത്രയും മതി. പക്ഷേ ഇവർ നമ്മുടെ അടുത്ത് ഉള്ളിൽ ചെന്ന് ഈ വെട്ടുന്നവർക്ക് ആദ്യം പൈസ കൊടുത്തെങ്കിൽ ഇവർ വെട്ടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്, ചോദിച്ചു മേടിക്കും. ഭയങ്കര തട്ടിപ്പാണ് ഇവിടെ. ടിപ്പ് പോലെ ഭയങ്കര തട്ടിപ്പ്. അത് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്രകാരം കൊടുക്കുന്നത്, ചോദിച്ചു മേടിക്കുന്നത് വേറെ. ഈ കടകളിലും അതേപോലെയാണ്. ചന്ദനം തരും, മുട്ടയടിച്ച് കഴിയുമ്പോഴേ ചന്ദനം തരും. കുറച്ച് വെള്ളമൊക്കെ കഴിച്ചിട്ട് ഇത് എന്താ തലേ തേച്ചോളം പറയും. എന്നിട്ട് ഒരു ബില്ലിങ് ഇട്ട് തരും. ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നല്ല അത്യാവശ്യം കടകൾ എന്തോരം അല്ലേ? 2 സൈഡും കടകളാട്ടോ. 10 രൂപയുടെ സാധനങ്ങളൊക്കെ ഉണ്ടോ? 10 രൂപയുടെ രൂപ 10 രൂപ. ഈ ബൊമ്മയൊക്കെ 10 രൂപയ്ക്ക് കിട്ടുമോ? കുഞ്ഞാറ്റയ്ക്ക് മേടിച്ചു കൊടുക്കാതെ 10 രൂപയ്ക്ക് 5 എണ്ണം അല്ലേ? 50 രൂപയല്ലേ ആവുള്ളൂ, എന്നാലും നഷ്ടമില്ല. പാത്രങ്ങൾ, മുട്ട, അത് കുറേ ഉണ്ട്. കുറേ കടകളുണ്ട്. കടകളിൽ നിന്നാണെങ്കിലും വലിയ കുഴപ്പമില്ല. അവരുടെ അടുത്ത് ചെന്നാൽ അവർ ഭയങ്കര തട്ടിപ്പാ. ചിപ്സ് കട. ഈ മുടിയൊക്കെ ഇവരെന്താ ചെയ്യാം? ഈ മുടിയൊക്കെ അവർ എനിക്കറിയില്ലടാ. ഞാൻ നിൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞു നിങ്ങളത്തെ ഊള ആൻസർ എന്നോട് ചോദിക്കരുതെന്ന്. മനസ്സിലായോ? ക്യാൻസർ പേഷ്യൻസ് ഇല്ലേ? ഈ സംഭവം ഞങ്ങൾ വരുമ്പോൾ ഇല്ല കേട്ടോ. ഇത് ഈ മേളിലിട്ട് ഇത് വെയിലായപ്പോൾ ഇങ്ങനെ ചെയ്തതാണെന്ന് തോന്നുന്നല്ലേ? ഇവിടെയൊക്കെ ഫുള്ള് മണൽ തന്നെ കേട്ടോ. ബജ്ജി, കുണ്ടംപൊരിയൊക്കെ ഇരിപ്പുണ്ട്. ടാറ്റു അടിക്കണോടാ? ഇവിടെ ചേട്ടൻ ലൈവായിട്ട് പൊറോട്ട അടിക്കുന്നുണ്ട്. അതേപോലെ മീൻ, ഞണ്ട്. അത് നമ്മുടെ ഇതാണല്ലേ, നമ്മുടെ ചെമ്മീൻ. ഇതെല്ലാം മസാല തൂത്താ വെച്ചേക്കുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ ഇതിങ്ങനെയാണോ ഇവിടെ വറക്കുക? ഈ മീൻ ഇതൊന്നും ഇങ്ങനെ കളയില്ല, അങ്ങനെ വറക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വേളാങ്കണ്ണി ബീച്ച് കേട്ടോ. ഇനി ഇതിലെ നടന്നൊന്ന് നീങ്ങണമെങ്കിൽ ഇച്ചിരി സമയം വേണം. തത്തയോ? പഴയ കിളിജോത്സി അല്ലേ? മോസസിൻ്റെ നോക്കിയാലോ? തത്തയുണ്ട്. തത്തയൊക്കെ പണ്ട്. നോക്കിയാലോ? നിന്നെ നോക്കിയാലോ? രക്ഷപ്പെടുമെന്ന് നോക്കാം. വെറുതെ പൈസ കളയാ അല്ലേ? ഇത് ഏറ്. കടലിലാണ്, മൊത്തം ജനവും കടലിലാണ് കേട്ടോ. ഇത് വറുത്ത് വെച്ചേക്കുന്നതാണോ ഇവിടെ? ആണോ? അല്ല, വറക്കാനുള്ളതാടാ. ഹാഫ് വേഗ അല്ലേ? ഇത് കുഞ്ഞു ഞണ്ട്, ഹാഫ് ഫ്രൈ. ഇതെന്നാ മീന്? അതുണ്ട നെയ്മീൻ എന്താ ഉള്ളത്? ആണോ? അതൊരു പീസ് എൻ്റെ മീൻ 150 രൂപ. അപ്പോൾ മോസസ് മീനിനെ കുറിച്ച് ചോദിച്ച് വിലയല്ല. ഒയ്യോ, ഇവിടെ തൊട്ടടുത്ത ഫാന് നിന്ന് തലയിപ്പോൾ പോയനെ. പ്ലാസ്റ്റിക്. കുഴപ്പമില്ല, എന്നാലൊരു പേടി.
റൈസ് എടുക്കാം ചോറുണ്ട് പൊറോട്ട ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് നിന്ന് മാറി കേട്ടോ. അവിടെ നമ്മൾ നിന്നപ്പോൾ റേറ്റ് കൂടുതൽ, അല്ലാത്തപ്പോൾ റേറ്റ് കുറവ്. അപ്പോൾ ഞങ്ങൾ ഒരു പ്ലേറ്റ് ചെമ്മീനും പറഞ്ഞിട്ടുണ്ട്, പിന്നെ 2 നെയ്മീൻ്റെ കഷ്ണം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് 150 പറഞ്ഞ്, ഇവിടെ വന്നപ്പോൾ 80 രൂപ. അത്ര വ്യത്യാസമുണ്ട്. അതെ. അപ്പോൾ നമ്മുടെ മീനാണ് ഈ വറുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് മസാല തൂത്തിട്ടാണ്. ഇതുണ്ട് ഈ മസാലയാണ് തൂർക്കുന്നത്. ഹാഫ് കുക്കാണ്. ഇനിയിപ്പോൾ അതിലേക്ക് ആ ചെമ്മീനിലേക്കും കൂടി മസാല ഉണ്ടോ, എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പേടിക്കണ്ട. കല്ലല്ലേ? ആ കല്ല് എത്ര വലിപ്പമുണ്ടോ നോക്കിയേ അല്ലേ? എന്ത് വേണം ചുട്ടെടുക്കാം. പുകക്കുഴൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 ചോറും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അച്ചാറിൽ മുക്കി കഴിക്കണ ഉരുട്ടിയിട്ട്. ഇവിടെ ചാറൊന്നും തരില്ല. ചാറ് തരുമോ? എന്തായാലും ചോറ് മാത്രമേ ഉള്ളൂ. ദൈവമേ, ഇതെങ്ങനെ ഞാൻ കഴിക്കാം? ഇത്രയും ചോറോ? ആണോ? രസം എന്തെങ്കിലും ഒരു ചാറ്, സവോള ചാറെങ്കിലും. ഇതെങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇപ്പോൾ ടേസ്റ്റ് പറയാൻ മാത്രമുള്ള കറി വന്നില്ലല്ലോ. ചോറ് വെക്കുന്നില്ലേ? ഈ അരി അല്ലല്ലോ ഇവിടെ നമ്മൾ വെക്കുന്നത്. ഇത് പൊന്നിയരി അല്ലേ? ഞങ്ങളിത് വെക്കലില്ല. നമ്മൾ ഇന്നലെ ഒക്കെ വെച്ചില്ലേ? ആ, അത് അങ്ങനെ പറ. എല്ലാ ചാറുകൂട്ടും കുറേശ്ശെ എടുക്കാനുള്ള പരിപാടി കേട്ടോ. മീൻ ഒഴിച്ചു. മീൻ വേണോ നിനക്ക്? മീൻ കുഴപ്പമില്ല, ഞാൻ വെച്ചോളാം പറഞ്ഞോളാം. സാമ്പാറാ? സാമ്പാർ കൊഞ്ചം ആ, എല്ലാം ടേസ്റ്റ് നോക്കിയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. അതെ. നിങ്ങൾക്ക് പേരെന്നാ? യുഗേഷ്. അപ്പം വെറൈറ്റി പേരല്ലേ? വരുമ്പോൾ യുഗേഷിൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ. യുഗേഷിൻ്റെ കടയിൽ നിന്ന് ധൈര്യമായിട്ട് കഴിക്കാം. സാമ്പാറും കൊള്ളാം. ലീവ്. ആ, അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. രസം കൊടുക്കും. ഒരു പ്ലേറ്റിലെ കൊടുക്കറിയാ? പ്ലേറ്റിലെ രസമാ? അല്ല, പ്ലേറ്റ് ഗ്ലാസ് മാതിരി. സരി ഗ്ലാസ്സാ? സരി. സാമ്പാർ വെച്ചു. സാമ്പാറാ? മോസസ മീൻ എങ്ങനെയുണ്ടെന്ന് പറയും. വേണ്ട കൊള്ളാം അല്ലേ? ഇതോ ചെമ്മീനോ? ചെമ്മീൻ സവോളയും സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. എപ്പിടി കൊള്ളാം. അപ്പോൾ എന്തായാലും ഇത് കാലിയാക്കാം അല്ലേ നമുക്ക്? ഇത്രയും സാധനങ്ങൾ നമുക്ക് വേഗം കാലിയാക്കാം. രസവും വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളങ്ങനെ മീൻ വറുത്തെല്ലാം കഴിച്ചു. പിന്നെ നമ്മൾ നാട്ടിൽ വറുക്കുന്ന ഒരു ടേസ്റ്റ് അല്ല കേട്ടോ, അത് പ്രതീക്ഷിക്കരുത്, മാറ്റമുണ്ട്. പിന്നെ മോസസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മൊത്തം ഞാൻ തന്നെ തിന്നേണ്ടി വന്നു. ഇവരെല്ലാം പറ്റിച്ചു. ഇവൻ തിന്നില്ല, എന്നെ കൊണ്ട് തീറ്റിച്ചവൻ. ആദ്യം പോയി കൈ കഴുകിയിട്ട് പരിപാടി നിർത്തി. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ വേളാങ്കണ്ണി ബീച്ച് കേട്ടോ. ഞാൻ അധികം വീഡിയോ എടുക്കുന്നില്ല, കാരണം എല്ലാവരും വെള്ളത്തിൽ കുളിക്കുക. നമ്മൾ മോശമല്ലേ? ഞാൻ ഇറങ്ങണില്ല. എനിക്ക് വെള്ളം എനിക്ക് അലർജിയാണ്. വൈകുന്നേരം വന്നിട്ടേ ഒരു 5:30 ഒക്കെ ആകുമ്പോൾ വന്നിട്ട് വേണേൽ നമുക്കൊന്ന് നോക്കൂ വീഴല്ലേ. ഇപ്പം ഞാൻ തള്ളിയിട്ട പോലെ ആയല്ലോ. ഞാൻ തള്ളിയിട്ട പോലെയായി. എന്താണ് എന്താ നീ പറഞ്ഞേ? എല്ലാവരും കപ്പിൾസ്, നമ്മൾ മാത്രം ബാച്ചിലേഴ്സ്. നീ ക്രോണിക് ബാച്ചിലർ അല്ലേ? ആ, നിന്റെ വൈഫ് ഇത് കാണണ്ട കേട്ടോ. വൈഫും കൊച്ചും കാണണ്ട. അപ്പോൾ വേളാങ്കണ്ണിയിൽ ഞങ്ങളിത് ഒരു ചെറിയ ഉറക്കം ഉറങ്ങിയിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടി വന്നാ കേട്ടോ. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ടടുത്ത്. നീ ഉറങ്ങിയ പോലെ അല്ലേ ഇരിക്കുന്നത്? അല്ല ഉറങ്ങിയ പോലെ അല്ല, 1:30 അടിച്ച പോലെ ഇരിക്കണം. അതല്ല, അടിപൊളി ചായ കുടിക്കാം. നമുക്കൊന്ന് പള്ളി പോണ്ടേ? പള്ളി പോവാല്ലേ? ഇപ്പോൾ പോയ ചായ കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ? അല്ല, ചായ കൂടി കഴിച്ചിട്ട് പോയാൽ പോരെ? അല്ല, സൂപ്പറാണ് ടീ. അടിപൊളി ചായ കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു തേയിലേൻ്റെ പ്രത്യേകതയാണ് അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നിക്ക് ചായ വെക്കാനുള്ള സൈക്കോളജിക്കൽ ചായ കുടിച്ചിട്ട് കഴിയാത്ത ഗ്ലാസ് അതിലേക്ക് വെക്കുക, ഇവരെ അതിൽ നിന്ന് എടുത്ത് കഴിക്കുള്ളൂ. അതെ മറ്റേ ഇയാൾ ക്യാപ്റ്റൻ രാജ് പറയുന്ന പോലെ നിങ്ങൾ ഗ്ലാസ്സുകളെല്ലാം ഇവിടെ ചോദിക്കും. ഗ്ലാസ് കഴുകാൻ യന്ത്രം വരുമോ? ഇല്ല, ഗസ്റ്റ് പോയ ശേഷം ഞാൻ തന്നെ എടുത്ത് കഴിയും. അതെ. അങ്ങനെ നമ്മൾ ചർച്ചിലോട്ട് പോകുന്നു. ചർച്ചിലൊക്കെ പോയി ഒരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അടുത്ത യാത്രയുടെ ഒരു സംഭവമുണ്ട്, ഒരു ഭയങ്കര ഹൈലൈറ്റ്. മാങ്ങ വീണാ
എടുത്ത് കൊടുക്കട ജിൻസേ. എന്താ ജിൻസേ, നല്ല മധുര, അടിപൊളിയാ. അക്കയുടെ പേരെന്താ? ദീപ. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ആരെങ്കിലൊക്കെ വേളാങ്കണ്ണി വരികയാണെങ്കിൽ ദീപക്കയുടെ അടുത്ത് വന്ന് മാങ്ങ വാങ്ങണം. അക്ക പേടി, അക്കയ്ക്ക് നാണമായി. ഇതുണ്ടൊരു സ്പെഷ്യൽ സാധനം. ഇതാണ് ആടിൻ്റെ ബ്ലഡ് ഫ്രൈ. അതുപോലെ കാലുണ്ടോ? എവിടെ ഉണ്ടോ ഒരു പ്ലേറ്റ്? ഇത് 60 രൂപ. ലെഗ് ബോട്ടി ഉണ്ട്. അതാ അവിടെ എന്തൊക്കെയോ ഉണ്ട്, തലേ മാംസം എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. ഭയങ്കരമാണ്. കൺമണി പായ സൂപ്പ്. ഇങ്ങനെ ഞങ്ങൾ നടക്കുന്ന വഴിക്ക് ഇതാ വയസ്സായ അമ്മമാർ റോഡ് സൈഡ് അമ്പതോ ഇഡ്ഡലി ഇടിയപ്പം ഒക്കെ അങ്ങനെ കുറേ സാധനം ഉണ്ട്. ഇതുണ്ടോ? ഇഡ്ഡലി സാമ്പാർ. ഇഡ്ഡലി അതെന്നെ സാമ്പാറാ? ഇത് ഇഡ്ഡലി. അടിപൊളി. ഉങ്ക പേരെന്നമ്മ? ദേവനായക്. നായകി. സൂപ്പർ സിനിമയിലുള്ളല്ലേ? അതെ, വേദനായകൻ. അതെ. അങ്ങനെ നമ്മുടെ ഈ ചർച്ചിൻ്റെ അടുത്ത് എത്താറായി. ഞങ്ങൾ അങ്ങനെ അതെ പള്ളിയുടെ അടുത്ത് എത്തി. ഏകദേശം നമ്മുടെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെയല്ലേ? തൊട്ട ഒരു കോമ്പൗണ്ട് അപ്പുറത്ത് പള്ളിയായി. അതെ, 50 മീറ്റർ. ഇതാണ്. ഇത് ഞങ്ങൾ നേരത്തെ മീൻ കഴിക്കാൻ വേണ്ടി ബീച്ചിൻ്റെ സൈഡിലോട്ട് പോയ റോഡ് കേട്ടോ. അത് ഫുള്ള് ആളുകളാണ് അവിടെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഈ വഴിക്കാണ് ബീച്ചിലോട്ട് പോവുക. എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് നമ്മൾ റൂമിൽ വന്ന് നൈറ്റ് ലൈഫ് ഉണ്ടല്ലേ? ഉണ്ട്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ കാണിച്ചു കൊടുക്കാം. ഇഷ്ടംപോലെ മലയാളീസ്, ക്രിസ്ത്യൻസ് മാത്രമല്ല കേട്ടോ, എല്ലാ മതക്കാരും ഇവിടെ വരുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു ഇത്. ഇഷ്ടംപോലെ ആളുകൾ. ഇതാണ് നമ്മുടെ വേളാങ്കണ്ണിയിലെ പഴയ പള്ളി. പുതിയ പള്ളി കുറച്ചപ്പുറത്താണ്. ഇതുണ്ട്. ഇത് ഫുള്ള് ആൾക്കാർ വന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഉണ്ടാവുന്നത്. അതിൻ്റെ ഉള്ളിൽ പക്ഷേ വേറെ കാര്യം ശ്രദ്ധിച്ചോ, പകലാണ് ഇപ്പോൾ ആൾ കുറവ്. നൈറ്റ് ആയപ്പോൾ നല്ല ആളായി. പിന്നെ രാത്രിയൊക്കെ ആളുണ്ട്. ഇവിടെയൊക്കെ എനിക്കൊന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു. ഇതുണ്ട്. ഇവിടെ ഒരു സ്റ്റാച്ചു ഇതൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് നേർച്ചയും കാര്യങ്ങളൊക്കെ നടത്താനുള്ളൊരു ഏരിയയാണ്. ആണോ? ഇതിൻ്റെ മൊത്തം ഒരു വീഡിയോ അതിനുള്ളിൽ പോകാൻ പറ്റുമോ? മൊത്തം എടുക്കണ്ട. ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നെന്തോ ഇതുണ്ടായിരുന്നു ഇവിടെ, നോമ്പായതുകൊണ്ടാന്ന് തോന്നുന്നു. കുരിശിൻ്റെ വഴി ഉണ്ടെന്നാ ചേച്ചി പറഞ്ഞല്ലോ. ഡോണ ചേച്ചി അല്ലേ ചേച്ചിയുടെ പേരെന്തായിരുന്നു? ഡോണ ചേച്ചി. നമ്മുടെ ഹോട്ടലിലെ ചേച്ചി കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ നിജു ചേട്ടൻ്റെ വൈഫ്. ഇതുണ്ട് ഗൈസ് വേളാങ്കണ്ണിയിലെ നൈറ്റ് ലൈഫ്. ഫുള്ള് കടകൾ ഓപ്പൺ ആട്ടോ. നല്ല ലൈറ്റ്. ഫുള്ള് ആൾക്കാർ രാത്രിയായിട്ടും. ഇപ്പോൾ സമയം 8 മണി 7:30 കഴിഞ്ഞു. 8 മണിയാവുന്നു. പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാരാണ്. പള്ളിയിലൊക്കെ രാത്രിയാണെങ്കിലും ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിൻ്റെ ഇവിടെ ലഡു ചൊല്ലുകണോ? പൊരി എടുക്കാ. പൊരിയുണ്ട്, നമ്മുടെ അലുവയുണ്ട്. നമ്മുടെ കോഴിക്കോട് അലുവ എന്ന് പറയുന്നത്. ഇത് തന്നെ അലുവ? കാലിക്കട്ട് അലുവ, അത്തമതിരി ഏതാ പേര് എടുക്കാം? ചെന്നൈ അലുവ, വേളാങ്കണ്ണി അലുവ. അവൻ്റെ പേരെന്താ? ഹരിഹരൻ. ഹരിഹരൻ അണ്ണൻ്റെ കടയാണ് കേട്ടോ അത്. അങ്ങനെ ഇതാക്കേണ്ട പാക്കറ്റുകളൊക്കെ ഇല്ലണ്ണ. ശരി, ഇപ്പം ഓക്കെ. എന്നിട്ട് ഇഷ്ടംപോലെ കടകൾ. ഇതാ മറ്റേ ഫോട്ടോസുകൾ അതുപോലെ കുറേ ഉണ്ട് കേട്ടോ. പൊരിക്കടകളും അങ്ങനെ തന്നെ കുറേ ഉണ്ട്. പിന്നെ ഇതെന്താ സാധനം? ഇതുണ്ട് സെൻറ്റ് തോമസ് കോട്ടേഴ്സ് പോലെ. താമസിക്കാനെന്തോ. ഇവിടെ വരികയാണെങ്കിൽ ഇതേപോലത്തെ കോട്ടേഴ്സുകളിൽ നമുക്ക് ഭയങ്കര പൈസ കൊടുത്ത് റൂം കിട്ടും. അത് ശരിയാ. പിന്നെ ഇവിടെ പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, ഈ മരത്തേൽ താലി കെട്ടല്, മരത്തേൽ ഊഞ്ഞാല് കെട്ടല്. അതൊക്കെ ശരിക്കുള്ളതാ? ശരിക്കും അതൊന്നും ഇല്ല. അത് അന്ന് ഇവിടുത്തെ ഒരു അച്ഛൻ തന്നെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. നമ്മൾ വരിക, നമ്മൾ മനസ്സ് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അതെ. ഇങ്ങനെ ചിലരിങ്ങനെ പറയുന്നേക്കാം, നമ്മൾ ആദ്യമായിട്ടൊരു പള്ളി ചെല്ലുമ്പോൾ 3 കാര്യങ്ങളെന്തോ പ്രാർത്ഥിച്ചാൽ സാധിച്ചു കിട്ടുമെന്ന്. ആദ്യമായിട്ടൊരു പള്ളി പോകുമ്പോൾ അല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളൊക്കെ പള്ളി പോകുമ്പോൾ ബനിയം വാങ്ങണം. ഇവിടെ വില ചോദിച്ചോ, കാലം അപ്പുറത്തേക്ക് വാങ്ങാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇനി ഏതെങ്കിലും പള്ളിയിൽ ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ 3 കാര്യങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കും അല്ലേ? അതെ, ഇത്രേ ഉള്ളൂ. എല്ലാവരുടെ ആഗ്രഹങ്ങളും ദൈവം നടത്തി തരട്ടെ എന്നൊരു പ്രാർത്ഥന മതി അല്ലേ? നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തണം. അങ്ങനെ ഞങ്ങള് പുറത്ത് കൂടി അലഞ്ഞു തിരിഞ്ഞ് നടന്ന് മോസസൊക്കെ നോക്കി ഇരിക്കണ വേർത്ത് കുളിച്ച് പണ്ടാറണങ്ങി എന്ന് വേണേൽ പറയാട്ടോ. അങ്ങനെ ഞങ്ങള് റൂമിലെത്തി. ഇനിയിപ്പോൾ നമുക്ക് എന്താ പരിപാടി? ഇന്നിനിപ്പോൾ ഒരു പരിപാടിയില്ല, ഇനി കിടന്നുറങ്ങണം, വേറെ ഒരു പരിപാടിയില്ല, ഭക്ഷണവും വേണ്ട. കാരണം ഉച്ചയ്ക്കത്തെ നമ്മുടെ രാവിലത്തെ ദോശ അല്ല, 4 മണിക്ക് രാവിലത്തെ ദോശ, 4 മണിക്ക് മീൻ വറുത്തതും കഞ്ഞി, ചോറ് ഇതെല്ലാം കൂടി ആയപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഞങ്ങൾ പിടുത്തം വിട്ടാ നിൽക്കുന്നത്. വയറൊക്കെ അത്യാവശ്യം എന്താ, ഒരു ചേട്ടൻ പറഞ്ഞാൽ പുലികളിക്കുള്ള ഒരു പരിപാടിയുണ്ട്.
അപ്പോൾ വരും വീഡിയോസിൽ ഇനി പുതിയ പുതിയ വിശേഷങ്ങൾ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക സ്പെഷ്യൽ സർപ്രൈസ് ഉണ്ട്. അതെ, നാളത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ്. ആരും ഫുൾ എന്റെ ബുദ്ധിയാട്ടോ, ഒന്ന് ജിൻസിന്റെ അല്ല എന്റെ തലയാണ്. അതെ, അത് നാളെ കാണാം. നാളെ നമ്മൾ കറക്റ്റ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നാളെ കാണാം. അപ്പൊ എന്തായാലും പുതിയ വീഡിയോയിൽ കാണുന്നതും വരെ ബൈ ബൈ.